ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ഒരു പ്രത്യാക്രമണം നടത്തുമെന്നുള്ള വാർത്തകൾ വന്നപ്പോൾ മുതൽ പാകിസ്ഥാൻ പറയുന്നുണ്ട് ഇന്ത്യ ആക്രമിച്ചാൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുന്നു. ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാക്കിയപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ ആറ്റം ബോംബ് ഇടും എന്നുള്ളത്. അങ്ങനെ നിലപാടെടുത്തിരുന്ന പാകിസ്ഥാൻ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുകയാണ്. ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് പറയുന്നു ഞങ്ങളുടെ ആണവായുധം സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ആക്രമിക്കാൻ വേണ്ടിയല്ല, പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ. ഇങ്ങനൊരു മനം മാറ്റത്തിന് എന്താണ് കാരണം? പേടിയാണ്. എങ്ങനെ പേടി? ഭയമാണ്. ഭയം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. അതായത് പാകിസ്ഥാൻ നിരന്തരമായി അബദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ആ അബദ്ധങ്ങളുടെ ഫലമാണ് ഇപ്പോൾ ഈ തിരുത്തലിൻ്റെ ഒന്നാമത്തെ കാര്യം. ഇത് നമുക്ക് ആദ്യമേ എടുക്കാം. നമ്മൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യക്ക് നേരെ ആണവായുധം ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. റഷ്യ പോലും അങ്ങനെ ഒരു സമിതി ചേരുകയോ ഈ പറയുന്ന ആണവാക്രമണം നടത്താനായിട്ട് എപ്പോഴെങ്കിലും മുതിരുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അവർ ഈ പറയുന്ന ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അത് റഷ്യ പറഞ്ഞിട്ടുണ്ട്, വേണ്ടി വന്നാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. അല്ലാതെ ഒരിക്കലും ഈ പറയുന്ന യുക്രൈൻ യുദ്ധത്തിൽ പോലും പറഞ്ഞിട്ടില്ല അവർ ആണവായുധം ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുകയാണെന്ന്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിൽ ഉപയോഗിക്കുന്നു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളത് കണ്ട കാര്യം, അത്രയും ഭീകരമായി റഷ്യ ആക്രമിക്കപ്പെട്ടിട്ട് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചു അത്ര വലിയൊരു തിരിച്ചടി ഉണ്ടാവും. പക്ഷേ അത് ചെയ്തില്ല. പക്ഷേ ഇവിടെ പാകിസ്ഥാൻ എന്താ ചെയ്തത്? പാകിസ്ഥാൻ ഈ പറയുന്ന അവരുടെ ഉന്നത സമിതികൾ കൂടുന്നു, ആണവായുധം ഉപയോഗിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നു. ഈ പറയുന്ന ആണവായുധ ഭീഷണി നിരന്തരമായിട്ട് ആരാ പറയുന്നത്? അവിടുത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രതിരോധ മന്ത്രിയും ഈ പറയുന്ന വിദേശകാര്യമന്ത്രി അടക്കമുള്ളവരാണ് പറയുന്നത് ഞങ്ങൾ ആണവായുധം. അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നരേന്ദ്രമോദിയെ വിളിച്ച് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകി എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.